ശരി. നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ പോളിംഗ് ആരംഭിച്ച ആദ്യ മണിക്കൂറിൽ കട്ടപ്പന നഗരസഭാ പരിധിയിൽ മികച്ച പോളിംഗ് തുടരുകയാണ്. പുലർച്ചെ തന്നെ നിരവധി പേരാണ് വിവിധ ബൂത്തുകളിൽ വോട്ട് ചെയ്യാനായി എത്തിയത്. വിവിധ സ്ഥലങ്ങളിൽ വോട്ടിംഗ് മെഷീൻ തകരാർ ഉണ്ടായിരുന്നുവെങ്കിലും അവ പരിഹരിച്ചാണ് വോട്ടിംഗ് പുരോഗമിക്കുന്നത്. കട്ടപ്പന ട്രൈബൽ സ്കൂളിലാണ് വോട്ടിംഗ് മെഷീൻ തകരാറിലായത്. അരമണിക്കൂറോളം വോട്ടിംഗ് തടസ്സപ്പെട്ടുവെങ്കിലും പിന്നീട് ഇത് പരിഹരിച്ച് ഇപ്പോൾ വോട്ടിംഗ് തുടരുകയാണ്. വിശദാംശങ്ങളുമായി നിജിൽ ചേരുന്നു. നഗരസഭാ പരിധിയിലെ വോട്ടിംഗ് ഏത് രീതിയിലാണ് പുരോഗമിക്കുന്നത്? നിയമസഭാ തെരഞ്ഞെടുപ്പിന്റെ ഭാഗമായുള്ള വോട്ടിംഗ് പ്രക്രിയ കട്ടപ്പന നഗരസഭയിൽ പുരോഗമിക്കുകയാണ്. രാവിലെ 7 മണി തന്നെ എല്ലാ മേഖലയിലും വോട്ടിംഗ് ആരംഭിച്ചിരുന്നു. പ്രധാനമായും കട്ടപ്പന സെന്റ് ജോർജ് സ്കൂള്, അതുപോലെ ട്രൈബൽ സ്കൂള്, കട്ടപ്പന ടൗൺ ഹാള് തുടങ്ങിയ സ്ഥലങ്ങളാണ് കട്ടപ്പന ടൗണിൽ വോട്ടിംഗ് ബൂത്തുകളായിട്ടുള്ളത്. അതുപോലെ തന്നെ വാടവര, വെള്ളയാങ്കുടി മറ്റു സ്ഥലങ്ങളിലും വിവിധ സ്കൂളുകളിലാണ് ബൂത്തുകൾ ക്രമീകരിച്ചിരിക്കുന്നത്. രാവിലെ ജോലിക്ക് പോകുന്നവരും മറ്റ് സ്ഥാപനങ്ങളിലൊക്കെ ജോലിക്ക് പോകുന്നവരും തോട്ടത്തിൽ പണിയെടുത്ത തൊഴിലാളി ഉൾപ്പെടെ രാവിലെ തന്നെ വന്ന് വോട്ട് രേഖപ്പെടുത്തി മടങ്ങുന്ന കാഴ്ചയാണ് കണ്ടത്. അതിനുശേഷം നേരിയ തോതിൽ കുറവുണ്ടായിട്ടുണ്ട്. എന്നാൽ വരും മണിക്കൂറിൽ കൂടുതൽ ആളുകൾ വോട്ട് ചെയ്യാൻ എത്തുമെന്ന പ്രതീക്ഷയാണുള്ളത്. പ്രധാനപ്പെട്ട നേതാക്കന്മാരെല്ലാം രാവിലെ തന്നെ വിവിധ ബൂത്തുകളിൽ വോട്ട് രേഖപ്പെടുത്തി. UDF ജില്ലാ ചെയർമാൻ ജോയ് വെട്ടിക്കുഴി കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതുപോലെ പീരുമേട് നിയോജക മണ്ഡലം സ്ഥാനാർത്ഥി രതീഷ് വർഗമല, NDA സ്ഥാനാർത്ഥി രതീഷ് വർഗമല കട്ടപ്പന സെന്റ് ജോർജ് സ്കൂളിലെ 199 നമ്പർ ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയത്. അതുപോലെ AICC ഔട്ട്ലെറ്റ് EM അഗസ്തി കട്ടപ്പന ടൗൺ ഹാളിലുള്ള ബൂത്തിലാണ് വോട്ട് രേഖപ്പെടുത്തിയിരിക്കുന്നത്. ഏതൊക്കെയാലും കനത്ത, അതായത് കഴിഞ്ഞ ദിവസമൊക്കെ ശക്തമായ വെയിലും അതുപോലെ ഉച്ചസമയത്തൊക്കെ കനത്ത ചൂടും ഒക്കെ ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ ആളുകൾ ഈ വെയിലിനെല്ലാം അവഗണിച്ച് കൂടുതൽ ആളുകൾ എത്തുമെന്ന പ്രതീക്ഷയാണ് ഓരോ മുന്നണികൾക്കും ഉള്ളത്. നിലവിൽ സമാധാനമായി തന്നെയാണ് പോളിംഗ് മുന്നോട്ട് പോയിക്കൊണ്ടിരിക്കുന്നത്. പോലീസിന്റെ നേതൃത്വത്തിൽ വലിയ രീതിയിലുള്ള സുരക്ഷകളാണ് വിവിധ ബൂത്തുകളിൽ സജ്ജീകരിച്ചിരിക്കുന്നത്. വിവിധ ബൂത്തുകളിൽ രാവിലെ വോട്ടിംഗ് മെഷീൻ തകരാർ റിപ്പോർട്ട് ചെയ്തിരുന്നു. എന്നാൽ നിമിഷ നേരങ്ങൾക്കുള്ളിൽ തന്നെ ഈ തകരാറെല്ലാം പരിഹരിച്ച് മുന്നോട്ട് പോകുന്ന കാഴ്ചയാണ് കണ്ടത്. ഒരുപാട് നേരമൊന്നും വോട്ടിംഗ് തടസ്സപ്പെടുന്ന സാഹചര്യം ഉണ്ടായില്ല. വോട്ടിംഗ് മെഷീൻ തകരാർ കണ്ടെത്തിയ ഉടനെ തന്നെ ഇത് പരിഹരിച്ച് മുന്നോട്ട് പോവുകയാണ് ഉണ്ടായത്. നിലവിൽ യാതൊരുവിധ അനിഷ്ട സംഭവങ്ങളൊന്നും ഒരു മേഖലയിൽ റിപ്പോർട്ട് ചെയ്തിട്ടില്ല. പൊതുവിൽ സമാധാനമായി തന്നെയാണ് വോട്ടിംഗ് മുന്നോട്ട് പോകുന്നത്.